രാജ്യസഭയിൽ പരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചു. തുടർന്ന് അംഗങ്ങൾ ചർച്ചയിലേക്ക് കടന്നു. പ്രതിപക്ഷം ഉന്നയിച്ച തടസ്സവാദങ്ങൾ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നിരാകരിച്ചു. സഭാ നടപടികൾ തത്സമയം കാണാം. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, നിർണായകമായൊരു ദിവസമാണ്. പരീക്ഷാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നു. എന്താണ് സഭയിൽ ഉണ്ടായത്? പരീക്ഷാ ഭേദഗതി ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പാസ്സായിരുന്നു. തുടർന്ന് ഇന്നിപ്പോൾ രാജ്യസഭ ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിലും ഈ ബില്ല് അവതരിപ്പിച്ചു. ബില്ലിന്മേൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഇപ്പോൾ നിലവിൽ സംസാരിക്കുകയാണ് സഭയിൽ. സഭ ശബ്ദ വോട്ടോടുകൂടി ഈ ബില്ല് പാസ്സാക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇതുമായി സഹകരിക്കില്ല എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള സൂചനകൾ. ലോക്സഭയിലും സമാനമായ രീതിയിൽ പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ശബ്ദ വോട്ടോടുകൂടിയായിരുന്നു പരീക്ഷാ ഭേദഗതി ബില്ല് പാസ്സായത്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ഈ പരീക്ഷാ ഭേദഗതി ബിൽ, അതിന്മേല് പ്രതിപക്ഷം ചില അഭിപ്രായ ഭിന്നതകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു, ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് പരീക്ഷാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയത്. സമാനമായ അവസ്ഥ തന്നെയാകും രാജ്യസഭയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും രാജ്യസഭയിലെയും ലോക്സഭയിലെയും നടപടികൾ ഈ പ്രതിപക്ഷ ബഹളം കാരണം പലപ്പോഴും മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിൽ വീണ്ടും ലോക്സഭ സമ്മേളിച്ചപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ബഹളം തുടരുകയാണ്. അതേസമയം രാജ്യസഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചെങ്കിലും അത് വകവെക്കാതെ സഭാ നടപടികളുമായി മുന്നോട്ട് പോയി. ഈ പരീക്ഷാ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. ശരി, നന്ദഗോപൻ.